ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല ഇന്ത്യയുടെ ആയുധ ശേഖരണം. നിറത്തോക്ക് നീട്ടിപ്പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ യന്ത്രത്തോക്കുകൾ തീ തുപ്പി ഒടുക്കി കൂട്ടിയത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പച്ച പാവങ്ങളെയാണ്. സ്കൂളിൽ വെച്ച് ചൊല്ലിപ്പടിച്ച പ്രതിജ്ഞയുടെ വാക്കുകൾ ഇന്നൊരു കോരിത്തരിപ്പ് ഉളവാക്കുന്നുണ്ട്. സഭ യുദ്ധം അംഗീകരിക്കുന്നില്ലേ? യുദ്ധം ചെയ്യരുത് എന്നാണോ? പൂരപ്പറമ്പിലെയും പെരുന്നാൾ ഉത്സവങ്ങളിലെയും ആകാശ വിസ്മയങ്ങൾ കണ്ടു ശീലിച്ച നമുക്ക് ഇന്ത്യക്ക് മുകളിൽ പറന്നു പോകുന്ന മിസൈലുകളെ അടുത്തൊരു മിന്നൽ പിണർ കൊണ്ട് തകർത്തെറിയുന്ന ഇന്ത്യൻ ജാലകശക്തി കാണുവാൻ ആഗ്രഹമൂത്ത് അതിനുവേണ്ടിയുള്ള ആക്രോശം സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ നിറയുന്നെങ്കിൽ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്ന ഇന്ത്യയുടെ ജവാന്മാർക്ക് ഇത് കേവലം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന ആഘോഷത്തിന്റെ വസന്തകാലമല്ല. ആകാശം നടുങ്ങി വിറങ്ങലിക്കുമ്പോൾ നമ്മുടെ ജവാന്മാർ രാജ്യസ്നേഹത്തിൽ ജീവൻ കൊടുത്ത് പണിയെടുക്കുമ്പോൾ അതിൽ മുതലെടുപ്പ് നടത്തുവാൻ പരിശ്രമിക്കുന്ന ചില തേർഡ് റേറ്റ് ചാനലുകാരെയും ചില നിക്ഷിപ്ത താല്പര്യക്കാരെയും ഒക്കെ കാണാനിടയായിട്ടുണ്ട്. യുദ്ധത്തിനിടയിൽ ഞാൻ കൊലപാതകം ചെയ്താലും ഈശോ എന്നെ സ്നേഹിക്കുമോ? ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകൾ ചരിത്രമാണ്. ഇവിടെ ഒരു ഇന്ത്യൻ കത്തോലിക്കൻ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവമാണോ രാജ്യമാണോ പ്രധാനപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിച്ചാൽ തിരിച്ചു പ്രയോഗിക്കും, പ്രകോപിപ്പിച്ചാൽ തിരിച്ചു മറുപടി ഉണ്ടാകും. ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല ഇന്ത്യയുടെ ആയുധ ശേഖരണം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. സോഷ്യൽ മീഡിയയിൽ വേറെ ചില അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്: പാകിസ്ഥാൻകാരൻ മനുഷ്യരല്ലേ, അവിടെയും എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും നല്ലവരാണ്. ഇവിടെ കുറെ പേരെ അവര് കൊല്ലുന്നു, തിരിച്ച് അവിടെയുള്ള കുറെ പേരെ നമ്മളും കൊന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എന്നാൽ നിഷ്കളങ്കമായി സംശയം എന്ന രീതിയിൽ ഫെയ്ത്ത് ടിപ്സിന്റെ വാട്സപ്പിലൂടെ ചോദിച്ച ചില ചോദ്യങ്ങൾ എങ്ങനെയാണ്: പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ? ദൈവത്തിന്റെ മക്കളല്ലേ എല്ലാവരും? അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കാലത്ത് പ്രസക്തമായ എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ചോദ്യമായതിനാൽ തിരുസഭയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. ആദ്യമേ തന്നെ, എത്ര വലിയ വിശ്വാസിയാണെങ്കിലും നന്മയുള്ള വ്യക്തിയാണെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങളൊരു നിലപാടെടുക്കാവോ? സ്നേഹിതനാണെങ്കിൽ പോലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറി തരവേടിത്തരം കാണിച്ചാൽ കുടുംബനാഥൻ എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവോ അതോ അയാളോട് ചോദിക്കുവോ? ഈശോ പോലും ചോദിച്ചു, എന്തിനാണ് എന്നെ അടിച്ചത് എന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. രാഷ്ട്രീയം പറയുകയല്ല, എന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതിപ്പോൾ ഏത് പാർട്ടിയുടെ ആളായാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയാൽ പിന്നെ ആ നാടിന്റെ, ആ രാജ്യത്തിന്റെ നേതാവാണ്, അപ്പന്റെ സ്ഥാനമാണ്. ഇന്ത്യയുടെ ഇന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ ജനത്തെയും അദ്ദേഹത്തിനൊപ്പം നാടിനെയും കാക്കുവാൻ മരണപേടി വകവയ്ക്കാതെ ഇറങ്ങിത്തിരിച്ച ജവാന്മാർക്കും സഹ അധികാരികൾക്കും മുഴുവനും ബലം കൊടുക്കേണ്ടത്, അവരെ ചാർജ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് മോദിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും സാധിച്ചു എന്ന് ആ പ്രസംഗങ്ങൾ കേട്ടവർക്ക് മനസ്സിലാകും. യെസ്, പേടിച്ചോടുന്നതിന് പകരം മുന്നിലിറങ്ങി നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാജ്യത്തെ നമുക്ക് രാജ്യ നേതാക്കളുടെ ആജ്ഞകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. സഭയുടെ നിലപാട് പറയുന്നതിന് മുമ്പ് എന്തായിരുന്നു യുദ്ധകാരണം? ഇതറിഞ്ഞാലേ സഭയുടെ നിലപാടിന്റെ അർത്ഥമറിയാനാകും. പാകിസ്ഥാൻ ശത്രുത കൊണ്ട് തിളയ്ക്കുന്ന ഒരു അഗ്നിപർവ്വതം. ഇക്കാലം വരെയുള്ള അവരുടെ സ്വഭാവത്തിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ പലപ്പോഴും ശാന്തമാണ്. കരാറുകളിലൂടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ യുദ്ധത്തിന് തുടക്കമിടുകയോ കരാറുകൾ ലംഘിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻകാരുടെ യുദ്ധമുറകൾ എന്നും പ്രകോപനങ്ങളില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ തോന്നിയതുപോലെയാണ്. പഹൽഗം ആക്രമണം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യ തിരിച്ചടിച്ചതിന്റെ, അത് അത്ര കാര്യമായിട്ട് എടുത്തതിന്റെ കാരണം പാകിസ്ഥാൻ സപ്പോർട്ടുള്ള ഭീകരവാദികൾ സൈനികരുമായി യുദ്ധം ചെയ്തതിലല്ല. അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. മറിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് കയറി സാധാരണക്കാരായ നാട്ടുകാരെ, തന്റെ രാജ്യം കാണാൻ വന്ന യാത്രികരെ, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു മതം അടിച്ചേൽപ്പിച്ച് കലിമ ചൊല്ലിപ്പിക്കുവാൻ പരിശ്രമിച്ച നെറുകേടിനൊപ്പം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ പോലും വിലക്കെടുക്കാതെ നെറുകേടിന്റെ നരാധമത്വം കൈമുതലാക്കിയ പാകിസ്ഥാൻ തീവ്രവാദികൾ നിറത്തോക്ക് നീട്ടിപ്പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ യന്ത്രത്തോക്കുകൾ തീ തുപ്പി ഒടുക്കി കൂട്ടിയത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പച്ച പാവങ്ങളെയാണ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകൾ ചരിത്രമാണ്. ഞൊടിയിടയിലാണ് വിവേകമുള്ള ചങ്കുറപ്പുള്ള തീരുമാനങ്ങൾ ഇന്ത്യ എടുത്തത്. ഭാരതം തിരിച്ചടിച്ചത് എങ്ങനെയാ? സ്പോട്ട് ചെയ്ത് പാകിസ്ഥാനിലെ സാധാരണക്കാരെ ആരെയും കൊല്ലാതെ പഴയ കാലത്തും ഇക്കാലത്തും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അനേകരെ കൂട്ടക്കുരുതി നടത്തിയ അവരുടെ ക്രൂരന്മാരായ നേതാക്കളെയും ഭീകരവാദിത്വ ബന്ധുത്വ ബന്ധങ്ങളെയും തകർത്തെറിഞ്ഞപ്പോൾ പിന്നീട് വാർത്തകളുടെ ചിലത് നമ്മൾ അറിഞ്ഞു. അവരെ പട്ടടയിലേക്ക് എടുക്കുവാൻ പെട്ടിമുറുക്കുന്നതിന് മുൻപ് അന്ത്യാജ്ഞകൾ ഒടുക്കുവാൻ വന്നത് സാധാരണക്കാരല്ല അവിടെ, മറിച്ച് ആ രാജ്യത്തിന്റെ നേതാക്കൾ പാകിസ്ഥാൻ രാജ്യപതാക വീശിപ്പുതപ്പിച്ചായിരുന്നു. തിരിച്ചറിയണം,
അവിടെ ഭീകരവാദത്തിന് കുടപിടിക്കുന്നത് ഭീകരവാദികൾ സ്വയമേ അല്ല, ആ രാജ്യം തന്നെ ഭീകരവാദത്തെ ചോറൂട്ടി വളർത്തുകയാണ് എന്ന്. ഒരു വാർത്താ ചാനലിൽ ചോദിച്ചതുപോലെ, സാധാരണക്കാരായിരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യൻ ആക്രമണത്തിൽ മരിച്ചിരുന്നത് എങ്കിൽ ഈ രാജ്യാന്തരത്തിന്റെ പരിഗണനകൾ അവർക്കുണ്ടാകുമായിരുന്നു. ഇന്ത്യയുടെ നിലപാടുകളും താക്കീതുകളും കൃത്യവും വ്യക്തവും ശക്തവും നീതിയുമുള്ളതാണെന്ന് ലോകരാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ പരിഗണിച്ചവർ പിന്നീട് കൈമലർത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇന്ത്യയുടെ നിലപാടും വ്യക്തതയും. അടിച്ചാൽ തിരിച്ചടിക്കും, ഞങ്ങൾ ആദ്യം അണുവായുധം പ്രയോഗിക്കില്ല, അതിന്റെ ഭവിഷ്യത്ത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇനി ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചാൽ തീർച്ചയാണ് പാകിസ്ഥാൻ ബാക്കിയുണ്ടാവില്ല. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് എതിരല്ല ഞങ്ങൾ, എന്നാൽ ഭീകരവാദികളെ ഊട്ടുന്ന പാകിസ്ഥാൻ ഭീകരത വെച്ച് പുറപ്പിക്കില്ല. ഈ യുദ്ധം പാകിസ്ഥാൻ എതിരല്ല, മറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ്. രാജ്യസുരക്ഷ അതിർത്തിയിൽ ഉറപ്പിക്കുമ്പോൾ സാധാരണക്കാരന്റെ സംരക്ഷണം പോലും ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ പ്രതിരോധത്തിൽ ജനജീവിതം യുദ്ധത്തിനിടയിലും സാധാരണ പോലെ നടക്കുന്നു എന്ന് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പോലും റിപ്പോർട്ടുകൾ ചിത്രങ്ങളായും വീഡിയോ രൂപത്തിലുമൊക്കെ വരുന്നുണ്ട്. അഭിമാനിക്കണ്ടേ? അന്യശക്തികൾ കടന്നാക്രമിക്കുവാൻ തുനിയുമ്പോഴും സുരക്ഷിതത്വമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയോർത്ത്, രാജ്യസംരക്ഷകരുടെ നിലപാടുകളെ ഓർത്ത് കരസേനയും നാവികസേനയും വ്യോമസേനയും ഒത്തൊരുമിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യാസമില്ലാതെ ഒരേ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൈകോർക്കുമ്പോൾ സ്കൂളിൽ വെച്ച് ചൊല്ലിപ്പടിച്ച പ്രതിജ്ഞയുടെ വാക്കുകൾ ഇന്നൊരു കോരിത്തരിപ്പ് ഉളവാക്കുന്നുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. അതെ, അഭിമാനമാണ് ഇന്ത്യ. രാജ്യവും രാജ്യത്തിന് പുറത്തുള്ളവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തവരും ഒക്കെ നിലപാട് മാറ്റി ഭാരതത്തിനൊപ്പം ഭീകരവാദത്തിനെതിരെ കൈകോർക്കുമ്പോൾ ഇന്ത്യ എന്ന നിലപാടിലെയും പ്രവർത്തനങ്ങളിലെയും ശരിയെ മറച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ശരിയാണ്, ഇന്ത്യ യുദ്ധത്തിനിടയിലാണ്. പട്ടാളക്കാരിൽ ചിലർ മരിച്ചു വീഴുന്നു, പൊതുജനത്തിൽ പലരും പേടിയിലാണ്. ഇങ്ങനെ വാർത്തകൾ പലതു വരുമ്പോൾ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ വേദനിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കത്തോലിക്ക സഭ യുദ്ധത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു ശത്രുവിനെ കൊല്ലുക വഴി ക്രിസ്ത്യാനി അനുഗ്രഹിക്കപ്പെടുമോ? സഭയ്ക്ക് എന്താണ് പറയാനുള്ളത്? വൈകാരികപരമായ ഒരു ഉത്തരം പറയുക എന്നതിനേക്കാൾ വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവശാസ്ത്രത്തിലും കത്തോലിക്ക വിശ്വാസത്തിലും അടിസ്ഥാനമുള്ള ഒരു ഉത്തരം പറയുവാനാണ് പരിശ്രമിക്കുക. ഒരുപാട് വായനയ്ക്കും പഠനത്തിനും ഒടുവിൽ ഞാൻ ചില ഉത്തരങ്ങളിലെത്തി. അവ ശരിക്കും എനിക്ക് തന്നെ സർപ്രൈസുകൾ തന്നെയാണ്. ഒരു കഥ കേട്ടത് ഇങ്ങനെയാണ്. ഒരിക്കൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ചെറുപ്പക്കാരനായ ഒരു പട്ടാളക്കാരൻ തന്റെ വികാരിയച്ചനോട് ചോദിച്ചു, യുദ്ധത്തിനിടയിൽ ഞാൻ കൊലപാതകം ചെയ്താലും ഈശോ എന്നെ സ്നേഹിക്കുമോ? അല്പനേരം നിശബ്ദനായി നിന്ന ശേഷം ആ വൈദികൻ അയാളോട് പറഞ്ഞു, കൊല്ലാൻ വേണ്ടിയല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നിന്റെ ജീവൻ തന്നെ വെച്ച് രാജ്യത്തിന് വേണ്ടി ഇറങ്ങുന്നത് പോലും വലിയ ത്യാഗമാണ്. ഇത് രാജ്യസ്നേഹം മാത്രമല്ല, നിന്റെ മനസാക്ഷിയോടുള്ള മറുപടി കൂടിയാണ് എന്ന്. ഇവിടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. ക്രിസ്ത്യാനിക്ക് യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, ആഘോഷമാക്കാൻ സാധിക്കുമോ? ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഈശോ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്തിരുന്നോ? ഇല്ല എന്നാണ് ഉത്തരം. വിശുദ്ധ ബൈബിളിലൂടെ തന്നെ ഈശോ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:52 ഈശോ പറയുന്നു, വാള് അതിന്റെ ഉറയിലിടുക. 5-ാം അധ്യായത്തിലൂടെ ഈശോ തന്നെ പറയുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ്. ഇനി സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ വാർത്തകളിൽ നിന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ പുതിയ ലിയോ പാപ്പയും പറയുന്നത് ലോകത്തിൽ സമാധാനം വരണം, യുദ്ധങ്ങൾ സംഭവിക്കരുതേ എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് കേട്ടപ്പോൾ പുതിയ പാപ്പ സന്തോഷിച്ചുവെന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാവുന്ന പാപ്പാമാരെല്ലാവരും ഒരേ ആശയം ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ സമാധാനത്തിന്റെ രാജകുമാരന്മാർ എന്ന് കത്തോലിക്ക സഭയുടെ എല്ലാ പാപ്പമാരും അറിയപ്പെടുന്നുണ്ടെങ്കിൽ കത്തോലിക്ക തിരുസഭയുടെ അഭിപ്രായം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അപ്പോൾ സഭ യുദ്ധം അംഗീകരിക്കുന്നില്ലേ? യുദ്ധം ചെയ്യരുത് എന്നാണോ? ഇവിടെയാണ് നമുക്ക് സംശയങ്ങൾ വരുന്നത്. തിരുസഭ യുദ്ധം അംഗീകരിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. ഈശോയുടെ അഭിപ്രായത്തിന് എതിരായ ഒരു അഭിപ്രായം ഈശോ തന്നെയായ സഭയിൽ നിന്ന് ഉണ്ടാകില്ലല്ലോ. തിരുസഭയുടെ ഈ പൊസിഷൻ തന്നെയാണ് എക്കാലത്തെയും മാർപ്പാപ്പമാർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. സഭ ഒരിക്കലും യുദ്ധത്തെ മഹത്വവൽക്കരിക്കുകയില്ല. കത്തോലിക്ക തിരുസഭയുടെ മതബോധ ഗ്രന്ഥമായ CCCയുടെ 2307 മുതൽ 2317 വരെയുള്ള ആർട്ടിക്കിളുകൾ യുദ്ധം ഉണ്ടാകാതിരിക്കാനും ഒഴിവാക്കുവാനുമായി പരമാവധി പരിശ്രമിക്കണം എന്ന് തന്നെയാണ് പല ആവർത്തി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എങ്കിൽ അത്രമാത്രം സീരിയസ് ആയ സാഹചര്യത്തിൽ രാജ്യത്തെ, ജനത്തെ, ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം യുദ്ധത്തിനിറങ്ങാം എന്ന് സഭ പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ സഭ പറയുമ്പോഴും ഓർക്കണം, ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും നീതിയുള്ള, ആവശ്യമുള്ള യുദ്ധങ്ങളല്ല.
അതിനാൽ തന്നെ ഒരു യുദ്ധത്തിനും കണ്ണടച്ച് സപ്പോർട്ട് അടിക്കാനായിട്ട് സാധിക്കില്ല. യുദ്ധം നീതീകരിക്കപ്പെടാനായിട്ട് സഭ ചില മാനങ്ങൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു തത്വമുണ്ട്. അതിന് പറയുന്ന പേരാണ് ജസ്റ്റ് വാർ തിയറി. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ തത്വമാണിത്. അതായത് അത്യപൂർവ സാഹചര്യങ്ങളിൽ സമാധാന ശ്രമങ്ങൾ പോലും പരാജയപ്പെടുമ്പോൾ നീതിയുദ്ധം എന്ന തത്വത്തിൽ അടിസ്ഥാനമിട്ട് പ്രതിരോധം എന്ന നിലയിൽ സഭ യുദ്ധം അംഗീകരിക്കുന്നു. ജസ്റ്റ് വാർ തിയറി പ്രകാരം സഭയുടെ കാഴ്ചപ്പാട് യുദ്ധം അംഗീകരിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. അവ ചുരുക്കി പറയാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇവയുണ്ടോ എന്നുകൂടി കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാനായിട്ട് പരിശ്രമിക്കുമല്ലോ. യുദ്ധത്തിനിറങ്ങുമ്പോൾ ഒന്ന്, നീതീകരിക്കാവുന്ന ഒരു സ്ട്രോങ് കാരണം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രണ്ട്, ശരിയുള്ള ഒരു ഇന്റൻഷൻ, ഉദ്ദേശം നമുക്കുണ്ടാകണം. മൂന്ന്, ഓരോരുത്തർക്കും തോന്നിയ രീതിയിലല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന അധികാരികൾ അനുമതി കൊടുക്കണം. നാല്, നമ്മുടെ ഭാഗത്തുനിന്ന് യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള കരാറുകളും സമാധാന പരിശ്രമങ്ങളും എല്ലാം നടത്തി, എന്നാൽ അതെല്ലാം പരാജയപ്പെടുത്തു എന്ന് ഉറപ്പുവരുത്തണം. അഞ്ച്, പ്രപ്പോർഷണാലിറ്റി എന്ന് വെച്ചാൽ അനുപാതം മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് ആ തിയറിയുടെ ചുരുക്കം. ഇങ്ങനെ യുദ്ധത്തിനുള്ള ജസ്റ്റ് തിയറി മാനങ്ങൾ സഭ പറയുമ്പോഴും രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പാലിക്കുവാനായിട്ട് പരമാവധി പരിശ്രമിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭാപിതാവായ വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, യുദ്ധം എന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയുള്ള നിലപാടാകരുത്, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസാന വഴിയാകണമെന്ന്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ വാർ ട്രിഗറിംഗ് പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധം നടക്കാൻ വേണ്ടിയാണോ അതോ യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയാണോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയിലേക്ക് നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആകാശം നടുങ്ങി വിറങ്ങലിക്കുമ്പോൾ നമ്മുടെ ജവാന്മാർ രാജ്യസ്നേഹത്തിൽ ജീവൻ കൊടുത്ത് പണിയെടുക്കുമ്പോൾ അതിൽ മുതലെടുപ്പ് നടത്തുവാൻ പരിശ്രമിക്കുന്ന ചില തേർഡ് റേറ്റ് ചാനലുകാരെയും പിന്നീട് സമാധാന ചർച്ചകൾക്കായി അധികാരികൾ വഴി തുറക്കുമ്പോൾ യുദ്ധം തുടരുവാനായിട്ട് മുറവിളി കൂട്ടുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാരെയും ഒക്കെ സോഷ്യൽ മീഡിയയിലും കമന്റ് ബോക്സുകളിലും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാനിടയായിട്ടുണ്ട്. വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ലോക ചാനലുകൾ ഉൾപ്പെടെയുള്ള പലരും ഏതോ കാലത്ത് എവിടെയോ ഏതോ രാജ്യത്ത് നടന്ന പഴയ പല വീഡിയോകളുടെയും ഏടുകൾ കോർത്തിണക്കി പോസ്റ്റ് ചെയ്ത് ചാനലിന് TRPയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കൂട്ടുവാൻ പുറപ്പുരം കത്തുമ്പോൾ വാഴ വെട്ടുന്ന മുതലെടുപ്പ് ശൈലി വളർത്തുമ്പോൾ ഇവരുടെ ഉദ്ദേശമൊക്കെ എന്താണ്? രാജ്യസ്നേഹം എന്നാണോ അതിന് വാഴ്ത്തേണ്ടത്? പൂരപ്പറമ്പിലെയും പെരുന്നാൾ ഉത്സവങ്ങളിലെയും ആകാശ വിസ്മയങ്ങൾ കണ്ടു ശീലിച്ച നമുക്ക് ഇന്ത്യക്ക് മുകളിൽ പറന്നു പോകുന്ന മിസൈലുകളെ അടുത്തൊരു മിന്നൽ പിണർ കൊണ്ട് തകർത്തെറിയുന്ന ഇന്ത്യൻ ജാലക ശക്തി കാണുവാൻ ആഗ്രഹമൂത്ത് അതിനുവേണ്ടിയുള്ള ആക്രോശം സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ നിറയുന്നെങ്കിൽ നമ്മൾ യുദ്ധം ആസ്വദിക്കുകയാണോ എന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. സമാധാനത്തിനായി കാലങ്ങൾക്ക് മുമ്പേ കരാറായി എഴുതി ചേർത്ത് വെച്ച ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തീട്ടൂരത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത ഭീകരവാദികളെ തച്ചു തകർത്ത് സ്വന്തം ജീവനും നാടും കുടുംബവും എന്തിന് ആരോഗ്യവും ഉറക്കവും പോലും മറന്ന് അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്ന ഇന്ത്യയുടെ ജവാന്മാർക്ക് ഇത് കേവലം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന ആഘോഷത്തിന്റെ വസന്തകാലമല്ല, മറിച്ച് ഈ യുദ്ധം ഒന്ന് തീരണം, സമാധാനത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് രാജ്യത്തോടൊപ്പം ആ ജവാന്മാരും അവരുടെ മക്കളും കുടുംബവും പ്രാർത്ഥിക്കുന്നത്. ഓരോ രാത്രി ഉറങ്ങിത്തെളിയുമ്പോഴും അവരുടെ മൊബൈലിൽ കിടക്കുന്ന ഓരോ മിസ്ഡ് കോളും ഫോൺ ബെല്ലും അവർ ഭയപ്പാടോടെയാണ് എടുക്കുന്നത്. മനസ്സിൽ പേടിക്കുന്നതാകരുതേ എന്ന പ്രാർത്ഥനയോടെ. അവർക്ക് പലതും നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ഒന്നും നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധത്തിനായിട്ടുള്ള ആരവങ്ങൾ കൂടുന്നത്. ഒരു മിസൈൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വീണ് പൊട്ടിയാൽ തീരാവുന്ന ആയുസ്സേ നമ്മുടെ ഈ ആരവങ്ങൾക്കുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങും. യുദ്ധത്തിന്റെ വിപത്തും നാടിന്റെ നാശവും അതിൽ നിന്നുള്ള കരകയറ്റത്തിനെടുക്കുന്ന നാളുകളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ടാണ് ലോക സമാധാനം ലക്ഷ്യം വെച്ച് തിരുസഭ പരമാവധി യുദ്ധം ഒഴിവാക്കി സമാധാന ശ്രമങ്ങൾക്കായി പരിശ്രമിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ കത്തോലിക്കൻ എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? അതൊരു ചോദ്യമല്ല, ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒന്ന്, ശരിയാണ്, കൊലപാതകത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നില്ല. എന്നാൽ നമ്മുടെ ജവാന്മാർക്ക് അവരുടെ കുടുംബത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സോഷ്യൽ മീഡിയ അതിന് സഹായകമാകണം. രണ്ട്, നമ്മുടെ ഭാരതത്തെ നാം സ്നേഹിക്കണം. എന്നാൽ സമാധാന രാജാവായ ദൈവത്തെ എല്ലാത്തിനും ഉപരി മഹത്വപ്പെടുത്തണം. ദൈവവിചാരം വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും മാറിക്കൊള്ളും. മൂന്ന്, വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് സത്യവും ധൈര്യവും കൊണ്ട് നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അത് ചുറ്റുമുള്ളവർക്ക് പ്രതീക്ഷയും ആശ്വാസവും കൊടുക്കാൻ സാധിക്കും. നെഗറ്റീവ് പബ്ലിസിറ്റികളും സ്വാർത്ഥതകളുമാണ് നമ്മിൽ നിന്ന് മാറേണ്ടത്. ഒരു വിശ്വാസി എന്ന നിലയിൽ ചിന്തിച്ചു നോക്കിക്കേ, ഈശോ മരിച്ചത് നമ്മെ ആക്രമണകാരികൾ ആക്കാനായിട്ടായിരുന്നോ? അല്ല, മറിച്ച് അവൻ മരിച്ചത് നമ്മെ സമാധാനം സ്ഥാപിക്കുന്നവരാക്കാനായിട്ടാണ്. അതാണ് അവൻ പറഞ്ഞതും പ്രവർത്തിച്ച് കാണിച്ചു തന്നതും. ദൈവമാണോ രാജ്യമാണോ പ്രധാനപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ നാം ആരുടെ കൂടെ നിൽക്കണം? തിരുസഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. അതിനാൽ തൻ്റെ മനസാക്ഷിക്കും സത്യത്തിനും നിരക്കുന്ന രീതിയിൽ തന്നെ രാജ്യത്തിനും ദൈവത്തിനും കുറവുകൾ വരാത്ത രീതിയിൽ തന്നെ പൂർണ്ണ മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്.
എതിർക്കാനല്ല, സ്നേഹിക്കാനാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ഈശോയോടും ഇങ്ങനൊരു ചോദ്യം അവിടുത്തെ കൊടുക്കുവാനായി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം ഇവിടെ പ്രസക്തമാണ്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം, കുറവുകൾ വരുത്തരുത് എന്ന്. അതിനാൽ ഈ യുദ്ധത്തിന്റെ കാലാവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ ചെയ്യുമ്പോഴോ പോസ്റ്റ് ഇടുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ നാം ചിന്തിക്കണം, ഈശോയുടെ മനസ്സാക്ഷി മനസ്സിലാക്കിയാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്, അതോ നമ്മുടെ ദേഷ്യം തീർക്കലാണോ എന്ന്. ഓർക്കുക, സത്യമില്ലാത്ത ധർമ്മമില്ലാത്ത എല്ലാ വിശ്വാസവും അപകടമാണ്. തനിക്ക് മാത്രമല്ല, ഒപ്പം നമ്മുടെ രാജ്യത്തിന് കൂടി. അതിനാൽ ഈ വീഡിയോ പരമാവധി നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇത്തരം സംശയങ്ങളുള്ളവർക്ക് അത് ആശ്വാസമാകും. ചുരുക്കത്തിൽ, സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വജനരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി എല്ലാ സമാധാന മാർഗങ്ങളും പരിശ്രമങ്ങളും പകരുന്നെടുത്ത് നീതിയോടെ യുദ്ധത്തിനിറങ്ങുന്നതിൽ തെറ്റില്ല. അവിടെ കൊലപാതകമല്ല, പ്രതികാരമല്ല, മറിച്ച് രാജ്യസംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതര രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഭാരത മഹാരാജ്യത്തോ യുദ്ധം നടക്കാനല്ല, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, എല്ലാ മനുഷ്യരും തമ്മിൽ സ്നേഹത്തിൽ ജീവിക്കാൻ, വളരാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ സാഹചര്യത്തിൽ രാജ്യബോധവും രാജ്യാഭിമാനവും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇത്തരം സഭാപരമായ ഉത്തരങ്ങൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.